എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം കോഴ്സിൻ്റെ തേർഡ് സെമ്മിലെ ഭാഷാശാസ്ത്ര പഠനത്തിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഭാഷാഭേദ ഭൂപടമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സാമൂഹിക ഭാഷാശാസ്ത്രം. സാമൂഹികമായ അസ്തിത്വങ്ങൾക്കനുസരിച്ച് ഭാഷ എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമൂഹിക ഭാഷാശാസ്ത്രം. ഭാഷയും അത് വ്യവഹരിക്കുന്ന സമൂഹവും തമ്മിലുള്ള ബന്ധമാണ് ഇതിലൂടെ വിശകലനം ചെയ്യപ്പെടുന്നത്. ജാതി, മത, വർഗ, വർണ്ണ, അധികാര, തൊഴിൽ, സാമ്പത്തിക കൂട്ടങ്ങളായി വേർതിരിക്കപ്പെട്ട സമൂഹത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണ് സാമൂഹിക ഭാഷാശാസ്ത്രം. ഭാഷയുടെ എല്ലാ തരത്തിലുമുള്ള വ്യതിയാനത്തിനു പിന്നിലെ സാമൂഹിക സാംസ്കാരിക പ്രേരണകളും സാമൂഹിക ഭാഷാശാസ്ത്രത്തിൽ പഠനവിധേയമാക്കുന്നു. ഭാഷണ സമൂഹം. ഭാഷയും അത് സംസാരിക്കുന്ന സമൂഹവും തമ്മിലുള്ള ബന്ധം സാമൂഹിക ഭാഷാശാസ്ത്രത്തിലെ ഒരു പ്രധാന വിഷയമാണ്. ഭാഷ അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടുന്ന സമൂഹത്തെ ഭാഷണ സമൂഹം, സ്പീച്ച് കമ്മ്യൂണിറ്റി അഥവാ ഭാഷാ സമൂഹം, ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ നേരിട്ടോ അല്ലാതെയോ പരസ്പരം ആശയവിനിമയം നടത്തുന്ന വ്യക്തികളെല്ലാം ചേർന്നതാണ് ഒരു ഭാഷണ സമൂഹം എന്ന് ഹോക്കറ്റ് നിർവചിക്കുന്നു. ഭാഷകരുടെയും കേൾവിക്കാരുടെയും സാമൂഹിക ധർമ്മമനുസരിച്ച് സോഷ്യൽ റോൾ, ഭാഷാരീതി മാറുന്നു. മാനക ഭാഷയും പ്രാദേശിക ഭാഷയും ഭാഷാ സമൂഹത്തിന്റെ സവിശേഷതകളാണ്. ഭാഷാഭേദം. കൃത്യമായ രൂപവും ഘടനയുമുള്ള ഒരു വ്യവസ്ഥയാണ് ഭാഷ. എന്നാൽ വ്യതിയാനം ഭാഷകളുടെ ഒരു പൊതു സ്വഭാവമാണ്. എല്ലാ ഭാഷകളിലും പലതരത്തിലുള്ള ഭാഷാഭേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രാദേശികത, സാമൂഹ്യസ്ഥിതി, സന്ദർഭം എന്നിവയ്ക്കനുസരിച്ചും ഭാഷയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു. ഒരു വ്യക്തിയുടെ ഭാഷയാണ് വ്യക്തിഭാഷ അഥവാ തന്മൊഴി. വ്യക്തിഭാഷകളുടെ സമാഹാരമാണ് ഭാഷാഭേദം. ഉദാഹരണം: എനിക്ക്, എനക്ക്, അനക്ക്, എനിക്ക്, എനിക്ക് എന്നിങ്ങനെ മലയാളത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. നാം ആരിൽ നിന്നാണോ പദങ്ങൾ ശേഖരിക്കുന്നത് ആ ആളിനെ ആവേദകനെന്നും ആരാണ് പദങ്ങൾ ശേഖരിക്കുന്നത് ആ ആളിനെ വിശ്ലേഷകൻ എന്നും പറയുന്നു. ഒരു ഭാഷാഭേദ മേഖലയിൽ ഉച്ചാരണം, പദം, വ്യാകരണ രൂപം, അർത്ഥം എന്നിവയിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരേ പദം വ്യത്യസ്ത രീതിയിൽ ഉച്ചരിക്കുക, ഒരേ അർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങൾ ഉച്ചരിക്കുക, ഒരേ വ്യാകരണധർമ്മം സൂചിപ്പിക്കാൻ വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിക്കുക, ഒരേ പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടായിരിക്കുക, ഇങ്ങനെയുള്ള സവിശേഷതകൾ ഓരോന്നും ഏതേത് സ്ഥലങ്ങളിലാണുള്ളത് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ഭാഷാഭേദ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ചോദ്യാവലികളിൽ നിന്ന് ലഭിച്ച വ്യത്യസ്ത പ്രദേശങ്ങളിലെ പദസഞ്ചയം നിഘണ്ടുവിന്റെ രൂപത്തിൽ പാകപ്പെടുത്തുന്നതാണ് ഭാഷാഭേദ ഭൂപടത്തിന്റെ ആദ്യപടി. ഉദാഹരണം: മഷി എന്ന പദത്തിന് മയി, മഷി, മസി, മയി, മഴി എന്നിങ്ങനെ പ്രാദേശിക ഭൂപടത്തിൽ വ്യത്യസ്ത അതിർത്തികൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അവയ്ക്ക് വ്യത്യസ്ത നമ്പറുകൾ നൽകിയാണ് അടിസ്ഥാന ഭൂപടം നിർമ്മിക്കുന്നത്. ഇത്തരം ഭൂപടങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാർട്ടുകൾ നിർമ്മിച്ച് ആ ചാർട്ടിൽ ഒരു പ്രത്യേക ഭാഷാഭേദത്തിന്റെ നേരെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിന്നും ആ നമ്പറുകൾ സൂചിപ്പിക്കുന്ന പ്രദേശങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ആ പ്രദേശത്ത് ഇവരുടെ ഭാഷാഭേദങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഭാഷാംശ സീമാരേഖ. ഭാഷാഭേദ ഭൂപടങ്ങൾ ഓരോ പദത്തിനും നിർമ്മിക്കുകയാണ് ഭാഷാഭേദ പഠനം ശാസ്ത്രീയമായി നിർവഹിക്കാനുള്ള മാർഗം. ഓരോ പദത്തിന്റെയും വ്യാപ്തി അനുസരിച്ച് അതിന്റെ അതിർത്തി രേഖയാണ് ഇതിൽ പ്രധാനം. അതിർത്തി രേഖകൾ ഓരോന്നിനും വരച്ചു കഴിയുമ്പോൾ ഓരോ പദത്തിന്റെയും രേഖകൾ കയറി ഇറങ്ങി കിടക്കും. കുറെ പദങ്ങളുടെ അതിർത്തി വരയ്ക്കുമ്പോൾ ചില പ്രദേശത്ത് രേഖകൾ ഒന്നിച്ച് കടന്നു പോകുന്നത് കാണാം. ഇതിനെയാണ് സമഭാഷാംശ സീമാ രേഖകൾ. സമഭാഷാംശ സീമാരേഖകൾ കടന്നുപോകുന്ന ഇടം ഒരതിർത്തിയായി കൽപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിർണയിക്കുന്ന അതിരുകൾക്കുള്ളിലെ പ്രദേശമാണ് ഭാഷാഭേദ മേഖല. കേന്ദ്ര മേഖല. ഒരു ഭാഷാഭേദ മേഖലയ്ക്കുള്ളിൽ ഉള്ള ഒരു കേന്ദ്രത്തെ അനേകം സമഭാഷാംശ സീമാരേഖകൾ വലയം ചെയ്തിരിക്കുന്നതായി കാണാം. ഭാഷാരൂപങ്ങൾക്ക് സ്ഥിരതയുള്ള ഈ കേന്ദ്രം രാഷ്ട്രീയ സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലമായിരിക്കാം. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ ആൾക്കാർ ഇവിടെയുള്ള ഭാഷ അനുകരിക്കുന്നു. ഇത്തരം പ്രദേശങ്ങളെ കേന്ദ്രമേഖല എന്ന് പറയും. അവശിഷ്ട മേഖല.
എല്ലാ ഭാഷാരൂപങ്ങൾക്കും കൂടുതൽ സഞ്ചരിക്കാനും പുതിയ സ്ഥലങ്ങൾ പിടിച്ചടക്കാനും സാധിക്കുകയില്ല. ചില വാക്കുകൾ പുറത്തേക്ക് സഞ്ചരിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടും. മറ്റു പദങ്ങൾക്ക് കടന്നു ചെന്ന് ആക്രമിക്കാൻ പറ്റുന്നതിനേക്കാൾ ദൂരത്തായിരിക്കും ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയ്ക്കകത്തെ പദത്തിന്റെ അതേ അർത്ഥമുള്ള പദങ്ങൾ ഇങ്ങോട്ട് ആക്രമണം തുടങ്ങിയാലും മറ്റു പദങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് ആ പദം സംരക്ഷിക്കപ്പെടും. ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന രൂപങ്ങളെ അവശിഷ്ട രൂപങ്ങളെന്നും അവശിഷ്ട രൂപങ്ങളുള്ള സ്ഥലത്തെ അവശിഷ്ട മേഖല എന്നും പറയുന്നു. പരിവർത്തന മേഖല. രണ്ട് ഭാഷാഭേദങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് രണ്ടിൻ്റെയും അംശങ്ങൾ കൂടിക്കലർന്ന ഭാഷാരീതി കാണാം. ഇവിടെ രണ്ട് ഭാഷാഭേദ മേഖലകളെ വേർതിരിക്കുന്ന അതിർത്തി വ്യക്തമായിരിക്കുകയില്ല. ഭാഷാരൂപങ്ങൾ സ്ഥിരതയില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയായതുകൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പാതയിലായിരിക്കും അത്. ബാഹ്യപ്രേരണകൾ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയാണ് പരിവർത്തന മേഖല. ഭാഷാഭേദ മേഖല എന്നത് ഏകദാനമല്ല. അതിനുള്ളിലെ ഭാഷാ ഇനങ്ങളുടെ വിതരണത്തിൽ പല വ്യത്യാസങ്ങളും കാണാം. പ്രദേശങ്ങൾക്ക് അതിർത്തികൾ ഉള്ളതുപോലെ ഭാഷാഭേദങ്ങൾക്കും അതിർത്തികളുണ്ട്. ഭാഷാഭേദ ഭൂപടങ്ങളുടെ സഹായത്തോടെയാണ് അതിർത്തി നിർണയിക്കപ്പെടുന്നത്. ഭാഷാ ഗവേഷണത്തിന്റെ പൂരകമാണ് ഭാഷാഭേദ പഠനം. ഭാഷാഭേദ ഭൂപടങ്ങൾ ഒരു വാക്കും എവിടെ സംസാരിക്കപ്പെടുന്നു എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. ഭാഷ എപ്പോഴും ചലനാത്മകമാണ് എന്ന വസ്തുതയാണ് ഭാഷാഭേദ പഠനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഭാഷയെയാണ് തന്മൊഴി എന്ന് പറയുന്നത്. ആവേദകൻ എന്നത് ആരിൽ നിന്നാണോ പദങ്ങൾ ശേഖരിക്കുന്നത് ആ ആളിനെ ആവേദകനെന്ന് പറയുന്നു. വിശ്ലേഷകൻ എന്നത് ആരാണോ പദങ്ങൾ ശേഖരിക്കുന്നത് ആ ആളിനെ വിശ്ലേഷകൻ എന്ന് പറയുന്നു. ഭാഷാഭേദം അടയാളപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഭൂപടത്തിൻ്റെ പേരാണ് ഭാഷാഭേദ ഭൂപടം. ഉച്ചാരണം, പദം, വ്യാകരണ രൂപം, അർത്ഥം എന്നിവയിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന മേഖലയ്ക്ക് പൊതുവെ ഭാഷാഭേദ മേഖല എന്ന് പറയുന്നു. ഭാഷാഭൂപട നിർമ്മാണത്തിന്റെ ആദ്യ പടിയായി കണക്കാക്കുന്ന പ്രവർത്തനമാണ് പദസഞ്ചയം നിഘണ്ടുവിന്റെ രൂപത്തിൽ പാകപ്പെടുത്തുക എന്നത്. കുറേ പദങ്ങളുടെ അതിർത്തി വരയ്ക്കുമ്പോൾ ചില പ്രദേശത്ത് രേഖകൾ ഒന്നിച്ചു കടന്നു പോകുന്നതായി കാണുന്ന ഇങ്ങനത്തെ അതിർത്തി രേഖകളെ സമഭാഷാംശ സീമാരേഖ എന്ന് പറയുന്നു. ഒരു ഭാഷാഭേദ മേഖലയ്ക്കുള്ളിൽ ഒരു കേന്ദ്രത്തെ അനേകം സമഭാഷാംശ സീമാരേഖകൾ വലയം ചെയ്തിരിക്കുന്നതായി കാണുന്നതിന് ഈ പ്രദേശത്തെയാണ് കേന്ദ്രമേഖല എന്ന് പറയുന്നത്. അവശിഷ്ട രൂപങ്ങളുള്ള സ്ഥലത്തെ അവശിഷ്ട മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാഹ്യപ്രേരണകൾ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതും ഭാഷാരൂപങ്ങൾക്ക് സ്ഥിരതയില്ലാത്തതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ മേഖലയ്ക്ക് പറയുന്ന പേരാണ് പരിവർത്തന മേഖല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.